ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നട്ടിട്ടുള്ള എൻ്റെ ചെടികളെ ഒന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചെടികൾ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ മഴയായ കാരണം കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്നത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. സിങ്കോണിയത്തിൻ്റെ നല്ല ഒരു വൈറ്റും നല്ല ലൈറ്റ് ഗ്രീനൊക്കെ കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ്. 2 ചട്ടിയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും. പക്ഷേ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാനുള്ള സ്ഥലം നമ്മുടെ വീട്ടിലില്ലാത്ത കാരണം നമ്മളിങ്ങനെ എയറാലിയിൽ വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോർ ചട്ടിയിലൊന്നല്ല കേട്ടോ വെച്ചിട്ടുള്ളത്. പക്ഷേ നല്ല ബുഷായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. കണ്ട ലൈറ്റ് ഗ്രീനും അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഡാർക്ക് ഗ്രീനും വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. നല്ല ഒറ്റ തൈ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അതിപ്പോൾ 2-3 തൈയായിട്ട് നല്ല ബുഷായിട്ട് വളർന്നിട്ടുണ്ട്. നല്ല വലിപ്പത്തോട് കൂടിയിട്ടുള്ള ഇലയാണ് കേട്ടോ ഇതിങ്ങനെ ഒരു കൂട്ടായിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതും നമ്മുടെ അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ്. പേരുകളൊന്നും കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ കൊണ്ടുവന്ന് വെക്കണത് മാത്രം. ഒന്നും മേടിച്ച് വെച്ചതല്ല കേട്ടോ, നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് എല്ലാവരും. ഇതിലിപ്പോൾ 2-3 ഷൂട്ട് വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് വലുതാവുമ്പോൾ പറിച്ച് വേറൊരു ചട്ടിയിലേക്ക് വെച്ചാൽ നിറയെ ഇങ്ങനെ ആക്കി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ പേര് എനിക്കറിയാം കേട്ടോ, കാരണം നല്ല റെഡ് കളറാണ് ഈ ഇലയുടെ അരികൊക്കെ. ചില സമയങ്ങളിൽ ഇല ഫുള്ളായിട്ടും റെഡ് കളർ വരെ ഇതിൽ കണ്ടിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാത്തടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നല്ല റെഡിഷ് കളറാവും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൽ നിറയെ ഇല പൊട്ടിയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഓരോന്നും പറിച്ച് ഓരോ ചെടികളാക്കി മാറ്റാം. ഇത് അരേലിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാം. നമ്മുടെ ഗാർഡൻ്റെ ഒരു ബോർഡറൊക്കെ ആയിട്ട് വെച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കും. ഇത് ഫെല്ലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഗോൾഡൻ യെല്ലോ ലീവ്സാണ് ഇതിൻ്റെ ഉണ്ടാവുക. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചെടുക്കാം. ഇതിപ്പോൾ വളർന്നിട്ട് ഇങ്ങനെ പടർന്ന് കയറാനുള്ള ഒരു രീതി ആയിട്ടുണ്ട്. ഇതിനൊരു വലിയ കമ്പ് വെച്ച് കൊടുത്താൽ അതുമണിക്ക് ഇത് പടർന്ന് കയറിക്കോളും. അപ്പോൾ അതിങ്ങനെ പടർന്ന് കയറിയിട്ട് ഈ ഇലയുടെ ഭംഗിയൊക്കെ കാരണം നല്ല രസമാണ് കാണാനായിട്ട്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. ആകെ ഒരു തൈ ഇതിൽ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല അടക്കടക്കായിട്ട് വരുന്ന ഒരു ലീവ്സാണ് ഇതിൻ്റെ. ഇതിപ്പോൾ നോക്കി നിറയെ ഇല പൊട്ടിയിട്ട് ചട്ടി നിറയെ ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു ചട്ടിയിൽ ഞാൻ വെറുതെ മുളപ്പിക്കാൻ വെച്ചതാണ്, മാറ്റി നട്ടിട്ടൊന്നുമില്ല. ഇത് അലോക്കേഷ്യയുടെ ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ, ഒരു ആനയുടെ ചെവി മേലൊക്കെ തോന്നുന്നില്ലേ. ഇതിപ്പോൾ പുറത്താണ് കേട്ടോ വെക്കണത്. ഇൻഡോറായിട്ട് വെക്കേണ്ട പ്ലാന്റ് ആണ്. അതാണ് അതിൻ്റെ ലീഫിന് ഒരു മാറ്റം. അല്ലെങ്കിൽ നല്ല ഗ്രീൻ കളറിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു ഇലയാണ് കേട്ടോ ഇതിനുള്ളത്. ഇത് നമ്മുടെ അഗ്ലോണിമയുടെ പ്ലാന്റ് നമ്മൾ അതിൽ നിന്ന് ഷൂട്ട് മാറ്റി നട്ടിട്ട് മുളപ്പിച്ചെടുക്കുന്നതാണ്. പിന്നെ ഈ ഫ്ലവർ കണ്ടോ, ഇതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ചിലവർ മറ്റേ ബ്ലാങ്കറ്റ് ഫ്ലവർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒരുപാട് ചെടികൾ ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ ചെടി വരുന്നത്. നല്ല രസമാണ് കേട്ടോ. ഫ്ലവേഴ്സ് നിറയെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇപ്പം മഴയൊക്കെ ആയിട്ട് ഇതിപ്പോൾ മാറ്റി നടാറായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2-3 കമ്പ് വെട്ടിയിട്ട് ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇത് നമ്മുടെ നശിച്ചു പോയിട്ട് അതിൻ്റെ ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒരു 5-6 ഷൂട്ട് ഇങ്ങനെ വലുതായി വരുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജമന്തിയാണ് കേട്ടോ. ജമന്തിയുടെ വൈറ്റ് കളറാണ് അത്. ഇതൊക്കെ ഞാൻ പൊടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. 1-2 ചട്ടിയിൽ ഞാനിങ്ങനെ പൊടിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച ഫ്ലവറിൻ്റെ വിത്താണ് കേട്ടോ ഇത്. നമുക്ക് വിത്ത് പാവിയിട്ടും അതുപോലെ തന്നെ കമ്പുകൾ മുറിച്ച് നട്ടിട്ടും വളരെ പെട്ടെന്ന് തന്നെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് ഡാലിയ. നല്ലൊരു റെഡും ഓറഞ്ചും കൂടി കലർന്ന ഒരു കളറാണ് കേട്ടോ ഇത്. ഇതൊരു വലിയ ചെടിയായിരുന്നു. മൊത്തത്തിൽ അങ്ങോട്ട് വാടിപ്പോയി. എന്നിട്ട് അതിൻ്റെ കിഴങ്ങടിയിൽ നിന്ന് മുളച്ച് തൈകളായിട്ട് വന്നിട്ടുള്ളതാണ് ഇത്. പിന്നെ ഉള്ളത് തെച്ചിയാണ്. ഇത് നല്ല മരം പോലെ വലുതാവുന്ന തെച്ചിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ മരം പോലെ വലുതായിട്ട് ഇവിടെ നിൽക്കണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഒരു ദിവസം മൊത്തത്തിൽ ഉണങ്ങിപ്പോയി. അതിൻ്റെ വേരുമെന്ന് പൊടിച്ചുണ്ടായ ഒരു തൈയാണിത്. അത് ഞാൻ പറിച്ചിട്ട് നല്ല വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മുളപ്പിച്ചെടുത്ത കുറച്ച് ഓർക്കിഡ്സിൻ്റെ തൈകൾ ഞങ്ങൾ ഇങ്ങനെ ജനലേമ കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം മഴയാണല്ലോ, പുറത്തൊന്നും ഇട്ടാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയാണ് കേട്ടോ. അത് നമുക്ക് ഇൻഡോറായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പടിക്കൽ 2 സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അതിൻ്റെ ഇലയ്ക്കൊക്കെ നല്ലൊരു ഗ്ലേസിങ് ആണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ കണ്ടില്ലേ ബാക്കിൽ നിൽക്കുന്നത് ഒരു ഇരുമ്പമ്പുളിയുടെ മരമാണ്. ആ ഇരുമ്പമ്പുളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കോളാമ്പിയുടെ കൊമ്പ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചിട്ട് കോളാമ്പിമേലേക്ക് കയറി. പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ പടർന്ന് പിടിച്ച് അങ്ങോട്ട് ഇരുമ്പമ്പുളിമേ കയറിയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇപ്പോൾ ഒരു കോളാമ്പി മരുന്നേ പറയുള്ള ഇരുമ്പമ്പുളി കാണാനേ ഇല്ല. ഇത് അധികം വലുതാവാത്ത ഒരു തെച്ചിയാണ് കേട്ടോ, ഒരു മിനിയേച്ചർ ടൈപ്പ്. നല്ല കട്ടായിട്ട് പൂക്കളുണ്ടാവുന്നു. ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഉണ്ടായതാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഓരോന്ന് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കണ കണ്ടപ്പോൾ മോള് കളിക്കണതാണ് കേട്ടോ കാണുന്നത്. പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ തന്നെ കറ്റാർ വാഴയുടെ ഒരു 2 ചട്ടിയിൽ നിറയെ ഉണ്ട്. അതേപോലെ തന്നെ പനിക്കൂർക്ക, കുട്ടികളുള്ള വീടായാലും പനിക്കൂർക്ക, തുളസി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ല പീച്ച് കളറിലുള്ള ഒരു ബോഗൻവില്ലയാണ് കേട്ടോ. അപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് വെട്ടി നിർത്തിയതാണ്. അപ്പോൾ അതിൽ മുളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതും ഒരു പിങ്ക് കളറിലുള്ള ബോഗൻവില്ലയാണ്. എല്ലാം ഞാൻ കട്ട് ചെയ്ത് നിർത്തിയേക്കാം. ഇത് ചെണ്ടുമല്ലിയുടെ കുറച്ച് തൈകൾ കിട്ടിയപ്പോൾ ഞാൻ മുറ്റത്ത് ഇങ്ങനെ നട്ടു വെച്ചൊക്കെ. ഓണക്കല്ലേ പൂക്കളൊക്കെ ഇടാനായിട്ട് പൂവൊന്നും മേടിക്കേണ്ട ആവശ്യം വരില്ല, നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മതിലിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ബോഗൻവില്ല ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. ഒക്കെ കട്ട് ചെയ്ത് നിർത്തിയേക്കാണ് കേട്ടോ. നമ്മൾ ഈ കൊങ്ങിണി പ്രൂൺ ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കി വന്ന കഷ്ണങ്ങളൊക്കെ മതിലിനോട് ചേർന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് നന്ദ്യാർവട്ടത്തിൻ്റെ ഒരു പ്ലാന്റാണ്, അതും കട്ട് ചെയ്ത് നിർത്തിയേക്കാണ് കേട്ടോ. പിന്നെ ഉള്ളത് മണി പ്ലാന്റിൻ്റെ 2 വെറൈറ്റീസാണ്. ഒന്ന് സാധാരണ വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ്. മറ്റ് വെറൈറ്റിനേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ല ബുഷിയായിട്ട് വളർന്നാലും പടർത്ത് കയറ്റിയിലൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. ഇത് വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, പക്ഷേ നന്നായിട്ട് ബുഷായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ അടിയിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. കുറച്ചുകൂടി വലുതായതിന് ശേഷം നമുക്ക് ഒന്നുകൂടി 2-3 ചട്ടിയിൽ കൊണ്ട് മാറ്റിയിട്ട് വീടിന് ചുറ്റും ഹാങ് ചെയ്ത് ഇടാനാണ് വിചാരിക്കുന്നത്. വീടിന് ചുറ്റും നമ്മൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കേടായി പോയിട്ടുണ്ട്. ഇനി 2ാമത് ഇടണം. ഇത് മണി പ്ലാന്റിൻ്റെ നമ്മുടെ സാധാരണ വെറൈറ്റി, എല്ലാ വീട്ടിലും കണ്ടുവരുന്ന വെറൈറ്റിയാണ്. ഇത് വെച്ചിട്ട് അധികം നാളായിട്ടില്ല, ഇപ്പോൾ ഹാങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷായിട്ട് വരും. നല്ല ഭംഗിയാണ് കേട്ടോ മണി പ്ലാന്റൊക്കെ ഇങ്ങനെ നല്ല ബുഷായിട്ട് ഹാങ് ചെയ്ത് കിടക്കണം കാണാൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെടികളാണ്. ഫുൾ റോസാണ് കേട്ടോ. ഈ അറ്റം തൊട്ട് അറ്റം വരെ മഴ കാരണം അരയിലേക്ക് മാറ്റി വെച്ചേക്കാണ്. ഇത് ഏതോ ഒരു റോസിൻ്റെ ഞാൻ പൊടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കുത്തിയ 3 തൈകളും നന്നായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇത് ഒരു കാശ്മീരി റോസാണ് കേട്ടോ. ഞങ്ങൾ മണ്ണുത്തി പോയപ്പോൾ അവിടെ നിന്ന് ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. നല്ല റെഡും പിങ്കും കൂടി കലർന്ന നല്ല കളറാണ് കേട്ടോ പൂവിൻ്റെ. നല്ല കൊലയായിട്ടാണ് ഇതിൽ പൂവുണ്ടാവുക. ഇപ്പോൾ പൂക്കളൊക്കെ കഴിഞ്ഞ് ഞാൻ വെട്ടി നിർത്തിയിട്ട് ഇപ്പം തളിർത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് സമ്മർ സ്നോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഫുൾ വൈറ്റ് അല്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ ഒരു പിങ്ക് കളറും കൂടി ഉണ്ട്. അത് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. വിരിഞ്ഞ് കഴിയുമ്പോൾ അത് വൈറ്റ് കളറാകും, പക്ഷേ വിരിയുമ്പോൾ അതിലൊരു പിങ്ക് കളർ കൂടി ഉണ്ടാവും. ഇതും കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഇപ്പോൾ മുളച്ച് വന്ന് നിറയെ പൂവിടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അതിപ്പോൾ മുട്ടക്കിട്ട് വരുന്നുണ്ട്. ഇത് ബഡ് ചെയ്ത ഒരു റോസാണ് കേട്ടോ. എൻ്റെ ഇലകളൊക്കെ പോയി ആകെ കേടായ ഒരു റോസായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ തളിരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിലുണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുട്ടുകളൊക്കെ കരിഞ്ഞു പോവുക, അതേപോലെ തന്നെ പ്രാണികൾ കടിച്ച് തിന്നുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും മരുന്ന് ഞാൻ അടിച്ചിട്ടില്ല. ചെടിയൊന്നും മുളച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും ചെയ്തില്ല കേട്ടോ. ഇപ്പോൾ ചെടിയൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള പെസ്റ്റിസൈഡും ഫംഗിസൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഫംഗിസൈഡ് ഞാൻ മഴയ്ക്ക് മുമ്പേ 2 പ്രാവശ്യം അടിച്ചു കൊടുത്തു, മഴയ്ക്ക് ശേഷം അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അവിടെ നിന്നൊക്കെ കിട്ടുന്ന റോസാ കമ്പുകളും മുളപ്പിക്കാൻ വെച്ചിട്ടുള്ളതാണ്. എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്, മാറ്റി നട്ടിട്ടൊന്നുമില്ല. ഇതൊരു നാടൻ റോസാണ്. നല്ല അടുക്കടുക്കായിട്ട് താമര പോലെ വിരിയുന്ന ഒരു പിങ്ക് കളറിലുള്ള റോസ്. എല്ലാം മഴയോടനുബന്ധിച്ചിട്ട് അതിന് മുമ്പേ കട്ട് ചെയ്ത് നിർത്തിയേക്കാണ്. ഇപ്പോൾ തളിരുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഫംഗസിൻ്റെ ഇത് ഉണ്ടാവാണ്ടിരിക്കാൻ ഫംഗിസൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി, ഇതൊരു ബഡ് റോസാണ് കേട്ടോ. കേടായിപ്പോൾ ഇതാണ്. നല്ല വലിപ്പത്തിലുള്ള റെഡ് കളറിലുള്ള പൂവാണ് ഇതിലുണ്ടാവുക. അപ്പം ഞാൻ ഇതേപോലെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. നല്ല നീട്ടത്തിലുണ്ടായിരുന്നു. കട്ട് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ അതേപോലെ ഫംഗിസൈഡൊക്കെ അടിച്ച് കൊടുത്തപ്പോൾ അതിൽ നല്ല തളിർപ്പ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗം ഞാൻ ആ ചട്ടിയിൽ തന്നെ ഒരു സൈഡിൽ കുഴിച്ചിട്ടതാണ് കേട്ടോ. അതിൽ ഇതേ നോക്കി തളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. വേരുണ്ടായിട്ടുണ്ടോ എന്നറിയില്ല.
ഇതും ഒരു നാടൻ റോസാണ് കേട്ടോ. മറ്റേ പറഞ്ഞ പോലെ തന്നെ നാടൻ റോസൊക്കെ കട്ട് ചെയ്ത് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കാണുന്നത് പറഞ്ഞാൽ നമ്മുടെ കൊങ്ങിണിച്ചെടിയാണ്. നന്നായിട്ട് പടർന്ന് ഇരുന്നിരുന്ന ചെടിയായിരുന്നു. അപ്പം ഞാൻ മഴ കണ്ടപ്പോൾ അതൊന്ന് പ്രൂൺ ചെയ്ത് വെച്ചാൽ മഴയൊക്കെ മാറുമ്പോഴേക്കും നല്ലോണം ബുഷായിട്ട് വളർന്ന് നിറയെ പൂക്കളുണ്ടാവുമല്ലോ. മഞ്ഞ കളറാണ് കേട്ടോ അത്. പിന്നെ ഒരുപാട് കളറ് ഞാൻ ഒരു 5-6 കളറ് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറേ ഇതിലൊക്കെ മുളയും വന്നിട്ടുണ്ട്. നേരത്തെ ഞാനൊരു പൂ കാണിച്ചില്ലേ, അതിൻ്റെ ഒരു റെഡ് കളറാണ് കേട്ടോ അത്. ഇതിൻ്റെ കുറച്ചുകൂടി വിരിയുമ്പോൾ ഇടയിൽ കൂടെ ഒരു യെല്ലോ കളറും കൂടി വരും. ഒരൊറ്റ കളർ, ഈ ഒരു കളറാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചത്. പക്ഷേ അത് 3 കളറായിട്ടാണ് വിരിഞ്ഞത്. കാരണം യെല്ലോ, അതേപോലെ തന്നെ ഈ റെഡ് കളർ, പിന്നെ നേരത്തെ കാണിച്ച കളർ, അങ്ങനെ 3 കളറായിട്ട് പുതിയ ഇലയിലൊക്കെ ഇങ്ങനെ പൂക്കളുണ്ടായി. അപ്പോൾ അതൊക്കെ മാറ്റി നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ കാശ്മീരി റോസ് തന്നെയാണ്. ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ, ബഡ്ഡിങ് അല്ല. അപ്പം അത് ഒരു വട്ടം പൂവൊക്കെ ഉണ്ടായി, കട്ട് ചെയ്തത് പുതിയ തളിരൊക്കെ വന്ന് അതിൽ നിറയെ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യം പൂവിട്ട് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഫംഗസിൻ്റെ ഇതൊക്കെ നമ്മുടെ റോസിന് വളരെ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഫംഗിസൈഡും പെസ്റ്റിസൈഡൊക്കെ ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുക്കുക. ഇതൊരു ബട്ടൺ റോസാണ്, നല്ല റെഡ് കളറാണ് കേട്ടോ, ഡാർക്ക് മെറൂൺ കളറാണ്. അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും മുളച്ച് മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ ഒരു വൈറ്റ് കളർ റോസ് ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ ഒരു പൂവാണ് കേട്ടോ. ഇത് മോൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും. ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്, മുളയ്ക്കാണെങ്കിൽ കാണിച്ചു തരാം. ഇതിലും നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ. ഇതും ഈ പൂവുണ്ടായതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ബഡ് റോസാണ്, നല്ല ഡാർക്ക് മെറൂണിൽ വലിയ പൂക്കളുണ്ടാവുന്ന ഒരു ബഡ് റോസാണ്. ഇതിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് പുതിയ തളിരും മുട്ടൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇത് മേടിച്ച് വെച്ചിട്ട് അധികം ആയിട്ടില്ല കേട്ടോ. ഇതും അതേപോലെ നല്ല ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളറിൽ ഒരു പൂവുണ്ടാവുന്ന ഒരു ബഡ് റോസ് തന്നെയാണ്. ഇതൊക്കെ 2 ആഴ്ച 1 മാസമൊക്കെ ആവണമുള്ളൂ വെച്ചിട്ട്. ഇതും പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഏതോ ഒരു റോസ് മുളപ്പിക്കാൻ വെച്ചിട്ടുള്ളതാണ്, മുളച്ചിട്ടുണ്ട്. ഇതും അതേപോലെ മുളപ്പിക്കാൻ വെച്ചിട്ട് ആ ചട്ടിയിൽ നിന്ന് വലുതായി പൂവൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ അതിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ കാണുന്നത് നീലക്കൊടുവേലി എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുത്തി മുളപ്പിച്ചെടുത്തതാണ്, ഫ്ലവറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ചെടികൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം.